പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു കുരുൾ തരീഖത്തിനെ കുറിച്ച്. കുരുൾ തരീഖത്തിനെ കുറിച്ച് സോഷ്യൽ മീഡിയകൾ കുറച്ചു ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ കുരുൾ തരീഖത്ത്? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്ന കുരുൾ തരീഖത്തിനെ കുറിച്ചുള്ള വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. പ്രണയിച്ചാൽ കുറ്റമോ, താടി വെച്ചാൽ കുഴപ്പമോ, സംഘടന വിട്ടാൽ, പിതാവ് മരിച്ചാൽ പോലും വീട്ടിൽ കയറ്റാത്ത ഊരുവിലക്കോ, പരാതി ചൂടുപിടിപ്പിച്ചപ്പോൾ കുരുൾ തരീഖത്ത് വിശദീകരണവുമായി രംഗത്ത്, ലുബ്നിയും ഭർത്താവ് റിയാസും ഇഷാ യോഗ കേന്ദ്രം അന്തേവാസികളോ, കുടുംബത്തെ കൂടി കൊണ്ടുപോകുന്നതിലെ എതിർപ്പ് ഊരുവിലക്കാക്കി ചിത്രീകരിച്ചോ, സോഷ്യൽ മീഡിയ വിലക്കുന്ന കൾട്ടിന്റെ വിശദീകരണം ഇങ്ങനെ. കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ ഏറെ വിവാദമായതാണ് ഈ കുരുൾ തരീഖത്ത് വിഷയം. കുരുൾ തരീഖത്ത് എന്ന വിശ്വാസ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വന്ന ചിലരെ ഊരുവിലക്കി എന്നത് വളരെ ചർച്ചയായിരിക്കുന്നു. അരീക്കോട് കിഴിശ്ശേരി സ്വദേശികളായ കല്ലൻ വീട്ടിൽ ലുബ്ന, അനുജത്തി ഷിബ്ല, ലുബ്നയുടെ ഭർത്താവ് റിയാസ് എന്നിവരാണ് സംഘടനാ നേതൃത്വത്തിനെതിരെ പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നത്. മലപ്പുറം എസ് പിക്കും കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഇവർ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുരുൾ തരീഖത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസും എടുത്തിരുന്നു. 3 വർഷം മുമ്പാണ് റിയാസും ലുബ്നിയും സംഘടനയുമായി പിരിയുന്നത്. കഴിഞ്ഞ മാസം ഷിബ്ലിയും സംഘടന വിട്ടു. ഇതോടെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തലും മാനസിക പീഡനവും നേരിടേണ്ടി വരികയാണെന്ന് ഇവർ പലവട്ടമായി ആരോപിക്കുന്നു. ഈയിടെ ഭാര്യയുടെയും അവരുടെ അനുജത്തിയുടെയും കൂടെ കിഴിശ്ശേരിയിലെ ഭാര്യ വീട്ടിലെത്തിയെങ്കിലും സംഘടനയുടെ നേതൃത്വത്തിൽ 100-ലധികം പേർ സംഘടിച്ചെത്തി ഭീഷണിമുഴക്കി ഇറക്കിവിടാൻ ശ്രമിച്ചെന്നും പോലീസ് എത്തിയാണ് രക്ഷിച്ചതെന്നും റിയാസ് പറയുന്നു. 2022 ഒക്ടോബറിലാണ് പിതാവ് മരിക്കുന്നത്. വിദേശത്തായിരുന്ന താൻ അന്ന് വയനാട്ടിലെ വീട്ടിലെത്തിയെങ്കിലും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനും വീട്ടിൽ പ്രവേശിക്കാനും അനുവദിച്ചില്ല എന്നും പറയുന്നു. മാതാവിനെ പോലും കാണാതെ തിരിച്ചു പോകേണ്ട സ്ഥിതിയുണ്ടായെന്നും പറയുന്നു. കോയമ്പത്തൂരിലാണ് താനും കുടുംബവും ഷിബ്ലയും അവരുടെ 2 കുട്ടികളും ഇപ്പോൾ കഴിയുന്നതെന്നും റിയാസ് പറയുന്നത്. എന്നാൽ കിഴിശ്ശേരിയിലേത് കുടുംബ പ്രശ്നം മാത്രമാണെന്നും പ്രസ്ഥാനം ഇതിൽ ഇടപെട്ടില്ലെന്നും കുരുൾ തരീഖത്തിന്റെ ശാഖാ പ്രസിഡന്റ് അഹമ്മദ് മറുപടിയും നൽകിയിരിക്കുന്നു. പിതാവും 2 പെൺമക്കളും തമ്മിലുള്ള തർക്കം മാത്രമാണിത്. ജഗ്ഗി വാസുദേവ് സ്ഥാപിച്ച ഇഷാ യോഗ കേന്ദ്രത്തിലെ വളണ്ടിയറാണ് റിയാസ്. ആ വഴിയിലേക്ക് 2ാമത്തെ മകളെയും കുടുംബത്തെയും കൂടി കൊണ്ടുപോകുന്നതിനുള്ള എതിർപ്പാണ് പിതാവ് പ്രകടിപ്പിച്ചത്. റിയാസിനെതിരെ ഭാര്യയുടെ പിതാവ് സുലൈമാൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അഹമ്മദ് പറയുന്നു. എന്നാൽ ഈ തരീഖത്തിന്റെ പേരിൽ കൊടിയ ക്രൂരതകളും മനുഷ്യാവകാശ ലംഘനങ്ങളും നടന്നിട്ടുണ്ടെന്ന് പരാതിയുണ്ട്. സംഘടന വിടുന്നവർ ഭാര്യയോ ഭർത്താവോ ആണെങ്കിൽ പോലും ബന്ധം അവസാനിപ്പിക്കണമത്രേ. സംഘടനയുടെ ഉള്ളിൽ നിന്നുള്ളവരുമായി മാത്രമേ വിവാഹം പാടുകയുള്ളൂ. പ്രണയ വിവാഹം പാടില്ല. വിവാഹം കഴിക്കാത്തവർക്ക് സ്മാർട്ട് ഫോൺ നിരോധനമുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ വിലക്കാണ്. പുരുഷന്മാർ താടി വെക്കരുതത്രേ. കുരുൾ തരീഖത്തിന്റെ പ്രവാചകനായി അവർ വിശ്വസിക്കുന്ന ഷാഹുൽ ഹമീദ് എന്നയാൾ പറയുന്നതനുസരിച്ചാണ് വോട്ട് പോലും ചെയ്യേണ്ടത്. അംഗങ്ങൾക്ക് സ്വന്തമായി വോട്ട് ചെയ്യാൻ അവകാശമില്ല. സൊസൈറ്റിയുടെ പണമിടപാടുകൾ ഓഡിറ്റ് ചെയ്യാറില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അംഗങ്ങളിൽ നിന്ന് ഷാഹുൽ ഹമീദ് നിർബന്ധിത പിരിവ് നടത്തുകയും അതിൽ ചെറിയൊരു ശതമാനം മാത്രം ദാനത്തിനായി ഉപയോഗിക്കുകയും ബാക്കിയുള്ള തുക സ്വകാര്യ സ്വത്തായി ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്നുകൂടി പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബത്തിൽ പ്രായപൂർത്തിയായ ഓരോ വ്യക്തിയും 3000 രൂപ വീതം ഓരോ വർഷവും സക്കാത്ത് ഫണ്ടായി നൽകണമെന്നാണ് കുരുൾ തരീഖത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയമം. പണം നൽകാത്തവർക്ക് സംഘടനയിൽ സ്ഥാനമില്ല. ഈ തരീഖത്തിന്റെ പ്രവാചകൻ കൊടുവള്ളി സ്വദേശിയായ ഷാഹുൽ ഹമീദാണ്. ഇദ്ദേഹം പറയുന്നതിന് അപ്പുറമില്ല ഒരു കാര്യവും. സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയും അദ്ദേഹം തന്നെ. ഇസ്ലാമിലെ ഒരു ആഴ്വാന്തര വിഭാഗമാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഇവർ അടിസ്ഥാന ഇസ്ലാമിക വിശ്വാസങ്ങൾ പിന്തുടരുന്നില്ല എന്നും പറയുന്നു. നിസ്കാരത്തിനും ഹജ്ജിനും എതിരാണത്രേ. പകരം പുത്തൻ വീട് എന്നറിയപ്പെടുന്ന ഷാഹുൽ ഹമീദിന്റെ വീട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഹജ്ജ് ചെയ്താൽ മതിയെന്നാണ് നിർദ്ദേശമത്രേ. പണമിടപാടുകൾ ഓഡിറ്റ് ചെയ്യാറില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അംഗങ്ങളിൽ നിന്ന് ഷാഹുൽ ഹമീദ് നിർബന്ധിത പിരിവ് നടത്തുകയും അതിൽ ചെറിയൊരു ശതമാനം മാത്രം ദാനത്തിനായി ഉപയോഗിക്കുകയും ബാക്കിയുള്ള തുകയെല്ലാം സ്വകാര്യ സ്വത്തായി ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ പ്രായപൂർത്തിയായ ഓരോരുത്തരും നേരത്തെ പറഞ്ഞ പോലെ 3000 രൂപ നിർബന്ധിതമായി ഓരോ വർഷവും സൗക്കത്ത് ഫണ്ടായി നൽകണമെന്നാണ് കുരുൾ തരീഖത്തിലെ ഒരു പ്രധാനപ്പെട്ട നിയമമെന്നും സൂചിപ്പിച്ചിരുന്നു. കോഴിക്കോട്, മലപ്പുറം, വയനാട് ഉൾപ്പെടെയുള്ള 3 ജില്ലകളാണ് കുരുൾ തരീഖത്തിന് അംഗങ്ങളുള്ളത്. ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ആരെങ്കിലും അംഗീകരിച്ചില്ലെങ്കിൽ അവരെ പുറത്താക്കുകയാണ് സംഘടനാ രീതി. ഊരുവിലക്കും കുടുംബങ്ങൾ പോലും ബന്ധപ്പെടാതിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രയാസങ്ങളോർത്ത് ആരും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറില്ല എന്നതാണ് പരാതിയിലെ ഉള്ളടക്കം. സംഘടനയുടെ മനുഷ്യത്വരഹിതമായ നിയമാവലികളോട് ഒത്തുചേർന്ന് പോകാൻ കഴിയാതെ നിരവധി പേർ ഇപ്പോഴുമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്.
ഇവിടുത്തെ നിയമങ്ങൾ അംഗങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന വിധത്തിലാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും തരീഖത്ത് വിട്ടവർ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. വിവിധ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും യൂട്യൂബ് ചാനലുകളിലെ വീഡിയോകളും പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുമുണ്ട്. എന്താണ് തരീഖത്ത്? എന്താണ് ഇതിന്റെ യഥാർത്ഥ വിഷയം? ചർച്ച ചെയ്യേണ്ടത് നമ്മളാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.